ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. ഒന്നിച്ചിരുന്ന ആഹാരമൊക്കെ കഴിച്ച ശേഷം കുറച്ചധികം സമയം ഹാളിൽ സ്പെൻഡ് ചെയ്ത ശേഷമാണ് എല്ലാവരും കിടക്കാനായി പോയത്. ആള് കുറേ സമയം കിച്ചണിൽ നിന്ന് തത്തിക്കളിച്ചുവെങ്കിലും സിന്ധു കണ്ണുരുട്ടിയതും അവൾ മുകളിലേക്ക് ഓടി. ഹൂ ആർ യു ലുക്കിംഗ് അറ്റ് ക്രീപ്പർ? മുകളിലെ റൂമിന് മുന്നിലെത്തിയ മാളു അകത്തേക്ക് കയറാതെ തുറന്നു കിടക്കുന്ന വാതിലിൻ്റെ പുറത്തുനിന്ന് എത്തി വലിഞ്ഞ് അകത്തേക്ക് നോക്കുമ്പോഴാണ് പുറകിൽ നിന്നുള്ള ശബ്ദം. ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ അർജുൻ. ഈശ്വര, ഇയാൾ അകത്തല്ലായിരുന്നു? മനസ്സിലാലോചിച്ചുകൊണ്ട് അവൻ മുഖം കൊടുക്കാതെ അവൾ വേഗം അകത്തേക്ക് കയറുമ്പോൾ അർജുൻ ഒരു കള്ളച്ചിരിയോടെ അവൾക്ക് പിന്നാലെ റൂമിലേക്ക് കയറി. പിറകിൽ ഡോർ അടയുമ്പോൾ മാളിനി എങ്ങോട്ട് പോകുന്ന ആലോചനയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനക്ക് അവൾ അരികിലേക്ക് വന്നതോ ബെഡിൽ കിടന്നതോ ഒന്നും അവൾ അറിഞ്ഞിട്ടില്ല. എക്സ്ക്യൂസ് മീ മാഡം. ആ വിളിയിൽ മാളവനൊന്ന് നോക്കി. ഇന്ന് ഉറങ്ങാനൊന്നും പ്ലാൻ ഇല്ല എന്നാണെങ്കിൽ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യേ പ്ലീസ്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടേ. രണ്ട് കൈയും തലക്ക് പുറകിൽ വെച്ച് നിവർന്ന് കിടന്നുകൊണ്ട് അർജുൻ പറയുമ്പോൾ മാളവനെ കൂർപ്പിച്ച് നോക്കി. ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൻ്റെ ഒരു ഓരം ചേർന്ന് കിടന്നു. അവനിൽ നിന്നും എത്രത്തോളം നീങ്ങിക്കിടക്കാൻ കഴിയുമോ അത്രയും ദൂരം പിന്നിട്ടാണ് അവൾ കിടന്നത്. അല്പം കൂടെ നീങ്ങിയാൽ നിലം തൊടുന്ന രീതിയിൽ. കണ്ണുകളടച്ച് മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ അർജുൻ ആ രാത്രി ഉറക്കം അന്യമായിരുന്നു. പിറ്റേന്ന് അർജുൻ വരുമ്പോൾ അരികിൽ മാളുണ്ടായിരുന്നില്ല. അവൻ നേർമയായി ഒന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഫ്രഷായി ഇറങ്ങി. ശേഷം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കയ്യിലൊരു കപ്പുമായി മാളു അകത്തേക്ക് വന്നത്. ഗുഡ് മോർണിംഗ് വൈഫി. ഗുഡ് മോർണിംഗ് ഭർത്തു. അതേ സെക്കൻഡിൽ തന്നെ അവളിൽ നിന്നും വന്ന മറുപടിയിൽ അർജുൻ്റെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു. അതിനേക്കാൾ അവനെ ഞെട്ടിച്ചത് അവളുടെ അടുത്ത പ്രവൃത്തിയായിരുന്നു. ഇടത് കയ്യിലിരുന്ന കപ്പ് വലത് കയ്യിലേക്കാക്കി ഒന്ന് നീക്കി പിടിക്കുന്നതിനൊപ്പം അവൾ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ടേസ്റ്റി കോഫി. ചുണ്ടിലണിഞ്ഞ പുഞ്ചിരിയോടെ അവൾ ആ കപ്പ് അവൻ്റെ മുന്നിലേക്ക് നീട്ടി. അർജുൻ ഒരു നിമിഷം അവൾ അത്ഭുതത്തോടെ ഒന്ന് നോക്കി. കുളി കഴിഞ്ഞൊരു ദാവണി നന്നായി ചുറ്റിയിട്ടുണ്ട്. നെറ്റിയിലൊരു കറുത്ത പൊട്ടും ഭസ്മക്കുറിയും അല്ലാതെ വേറൊരു ചമയങ്ങളും അവളിലില്ല. ഇതിനെല്ലാം പുറമെ ഇന്നലെ വരെ തന്നിൽ മാറി നിന്നവളുടെ ഈ ഭാവമാറ്റമാണ് അവൻ അത്ഭുതപ്പെടുത്തിയത്. ആ നെഞ്ചിൽ അനുഭവപ്പെട്ട വേദനയിലാണ് അർജുൻ അവളുടെ മുഖത്തു നിന്ന് കണ്ണുകൾ മാറ്റുന്നത്. ഷർട്ടിൻ്റെ പിടവിലൂടെ കാണുന്ന തൻ്റെ ഇടനെഞ്ചിലാഴുന്ന അവളുടെ നഖം കാണുകയെ അവൻ ചെറു പുഞ്ചിരിയോട് അവളെ വീക്ഷിച്ചു. എൻ്റെ ഭംഗി പിന്നെ ആസ്വദിക്കാം. ഇപ്പം മാർത്തി കോഫി കുടിക്ക്, ഇല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് പോയി ഒന്നിനും കൊള്ളാതെയാകും. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞ് അവൾ അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിക്കുന്ന നേരം തന്നെ അർജുൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തൻ്റെ ശരീരത്തിലേക്ക് അമർത്തി. എന്നാൽ ഇത്തവണ ആളുകൾ ഞെട്ടലായിരുന്നില്ല, നാണം കൊണ്ടുള്ള പുഞ്ചിരിയായിരുന്നു. എങ്കിലും കണ്ണുകൾ അവൻ്റെ മുഖത്ത് തന്നെ ഉറപ്പിച്ചു നിന്നു. ആർ യു കെൻഡിങ് മീ കീപ്പർ? അവൻ്റെ ആ ചോദ്യത്തിൻ്റെ സംശയത്തോടെ അവളൊന്ന് നോക്കി. അല്ല, പെട്ടെന്നുള്ള തൻ്റെ ഈ ഭാവമാറ്റം കണ്ട് ചോദിച്ചതാണ്. അതിന് മൃദുവായൊന്ന് പുഞ്ചിരിച്ചു അവൾ. എന്തായാലും എൻ്റെ ഈ കൊടുവള്ളി എന്നെയും കൊണ്ടേ പോകൂ. സോ ബാക്കി പറയാതെ അവൾ നിർത്തുമ്പോൾ അവനോടൊപ്പം അവളും ചിരിച്ചു പോയി. ലവ് യു ക്രീപ്പർ. ആദ്യമായി അവനിൽ നിന്നും കേൾക്കുന്ന ആ വാചകത്തിൽ മാളുവിൻ്റെ മുഖം രക്തവർണ്ണമാകുമ്പോൾ അർജുൻ അവളെ പ്രണയത്തോടെ നോക്കി. അത്രയും നാൾ അവരിൽ നിന്നും അന്യം നിന്ന പ്രണയം ഇരുവരിലും ഒന്നിച്ചൊഴുകുമ്പോൾ ഒരു പുതു പ്രണയകാവ്യം രചിക്കപ്പെടുന്നു. കണ്ണുകളാൽ അവർ ആ പ്രണയ നിമിഷം പങ്കുവെക്കുമ്പോൾ മാറ്റുകൂട്ടാനെന്നോണം അവളുടെ ചോരച്ചുണ്ടുകൾ പുഞ്ചിരി വിടുത്തി. ഏതോ നിമിഷം അവയിൽ അർജുൻ്റെ കണ്ണുകൾ ഉടുക്കുമ്പോൾ മെല്ലെ മുഖം അവയിലേക്ക് നീങ്ങി. അവനാ നീക്കം മാളു തിരിച്ചറിഞ്ഞുവെങ്കിലും അവനിൽ നിന്നും അകലാനോ ആ പുഞ്ചിരി മങ്ങുകയോ ചെയ്തില്ല. പകരം തന്നെ അവൾ തൻ്റെ പ്രാണന് വേണ്ടി വിട്ടുകൊടുത്തു. ഒടുവിൽ അർജുൻ അവളുടെ പുഞ്ചിരി അടക്കം സ്വന്തമാക്കുമ്പോൾ വിറയലോടെ അവൾ അവനെ നെഞ്ചിലേക്ക് അഭയം പ്രാപിച്ചു. ഇരു കൈകളും അവൻ്റെ ഷർട്ടിൽ മുറുകുമ്പോൾ അർജുൻ അവളെ കൂടുതൽ അടക്കി പിടിച്ച് അവളുടെ ആദരങ്ങൾ നുണഞ്ഞു. വലതിടുപ്പിൽ മുറുങ്ങുന്നതിനൊപ്പം ഇടത് കൈ അവളുടെ കഴുത്തിൽ സ്ഥാനം പിടിച്ചു. ആദ്യമായി അറിയുന്ന ലഹരി അവളെ കീഴ്പ്പെടുത്തുമ്പോൾ മാളുവിൻ്റെ കൈകൾ അവനിൽ അമർന്നു മുറുകി. എന്നാൽ അവനിൽ അതൊരു ആവേശമായിരുന്നു. കൂടുതൽ കൂടുതൽ അവളെ അറിയാനും അവളിലെ മധു നുകരാനുമുള്ള അതീ ആവേശം. ചുണ്ടിൽ നിന്നും ചുംബനം നാവിലേക്ക് പടരുമ്പോൾ അർജുൻ തൻ്റെ നാവ് കൊണ്ട് അവിടെ അന്ന് അമർത്തി തലോടി. പിടഞ്ഞു പോയവൾ അവളുടെ അരയിലിരുന്ന് അവൻ്റെ കൈകൾ കൂടുതൽ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ മാളുവിൻ്റെ കൈകളുടെ മുറുക്കവും കൂടി. നാവിനെ നാവ് ആഴത്തിൽ തഴുകുമ്പോൾ അവൻ്റെ കൈകളിലും അവളുടെ അണിവയറിൽ ആഴത്തിൽ മുറുകി. നാഭിയിലേക്ക് തള്ളവിരൽ നൂണ്ടു കയറും മുന്നേ മാളു അല്പം ശക്തിയിൽ അവനെ തള്ളി മാറ്റി. പരസ്പരം അത്രയും പ്രണയത്തോടെയും മാധുര്യത്തോടെയും ഒരുമിക്കൊണ്ടിരുന്ന ചുണ്ടുകൾ അകലുന്നതിനൊപ്പം അവൻ പിന്നിലേക്ക് വേച്ചു പോയി. മാളുക്ക് ഇതെപ്പോൾ അതിവേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കും മുന്നേ അർജുൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ തന്നെ നെഞ്ചിലേക്കിട്ടു. ശക്തമായ ചേരലിൽ
അവളുടെ മാറിടങ്ങൾ അവൻ്റെ വിരിഞ്ഞ് നിന്നിൽ അമരുമ്പോൾ ഒന്ന് വിറച്ചു അവരിരുവരും. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ മാളും മുഖം മാറ്റുമ്പോൾ അർജുൻ അവളുടെ മുഖം തെല്ലൊന്ന് ഉയർത്തിപ്പിടിച്ചു. താങ്ക്സ് ലോർഡ് ക്രീപ്പർ, ഇത്രയും മനോഹരമായൊരു അതിമധുരം എനിക്കായി തന്നതിന്, ഇനി തരാനിരിക്കുന്നതിന്. കാതിനരികിൽ വന്നുള്ള മൂളും പോലുള്ള ആ സ്വരത്തിൽ ഉയർന്നു പോയി അവളുടെ ശ്വാസമെടുക്കു. അവളിലേക്ക് തെന്നി വീണ അവൻ്റെ കണ്ണുകൾ അവൾ മുഴുവനായൊന്നൊഴിയുമ്പോൾ ഉയരുന്ന ശ്വാസത്തിനൊപ്പം ഉയർന്നു താഴുന്ന ആ മാറിലും സാരി തെന്നിങ്ങിയ അണിവയലിലും തൻ്റെ ദന്തക്ഷതങ്ങളാൽ ചോര പൊടിയുന്ന ചുണ്ടുകളും കാണുകയെ തൻ്റെ സിരകളെപ്പോലും അവൾ ത്രസിപ്പിക്കുന്നതായി തോന്നിയവന്. എങ്കിലും ഉള്ളിലെ വികാരങ്ങൾ ഉള്ളിൽ തന്നെ കടിഞ്ഞാടിനാൻ ശ്രമിച്ചുകൊണ്ട് അവൻ അവളിൽ നിന്നും മെല്ലെ അകന്നു മാറി. അവൻ്റെ സാമീപം തന്നിൽ നിന്ന് അകന്നതും മാളും മെല്ലെ മിഴികൾ ഉയർത്തി അവനെന്ന് നോക്കി. ആ കണ്ണുകൾ തന്നിലാണ്. അവയ്ക്കെന്തോ വല്ലാത്ത തിളക്കം പോലെ. അല്പം ശ്രമപ്പെട്ടിട്ടാണെങ്കിലും മാൾ അവനിൽ നിന്നും മിഴികൾ മാറ്റി മെല്ലെ തിരിഞ്ഞു നടന്നു. നനച്ചു പിഴിഞ്ഞ തുണികളെല്ലാം ബക്കറ്റിലാക്കിയ ശേഷം അതുമെടുത്ത് വീടിൻ്റെ സൈഡ് വശത്തേക്ക് പോയ മയുവിൻ്റെ കാലുകൾ പെട്ടെന്നൊന്ന് നിശ്ചലമായി. ഒരു വേള മുന്നിലെ കാഴ്ചയിൽ അവളുടെ കണ്ണുകളൊന്നും വിഴിഞ്ഞു. ഷർട്ട് പൂർണ്ണമായും മാറ്റി അടുത്ത അയലിലിട്ട് കൊണ്ട് സൈഡിലെ വലിയ മരത്തിലിരു കൈകളും മൂന്നി വർക്കൗട്ട് ചെയ്യുന്ന മാധവ്. മായ കണ്ണും വീഴ്ച അവനെ തന്നെ നോക്കി നിന്നു. സത്യത്തിൽ അവൻ എന്താ ചെയ്യുന്നത് പോലും അവൾക്ക് പിടികിട്ടിയില്ല. അടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫോണിൽ നിന്നും വൈബ്രേറ്റ് വന്നതും മാധവ് തൻ്റെ വർക്കൗട്ട് മതിയാക്കിക്കൊണ്ട് ഒന്ന് നിവർന്ന് കഴുത്ത് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നോക്കിയത് മായുവിൻ്റെ നേർക്കാണ്. അവളവിടെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് വിടുന്നു. അയലിൽ കിടന്ന ഷർട്ട് എടുത്തിട്ട് കൊണ്ട് അവൻ അവൾക്ക് അരികിലേക്ക് നടന്നു. എന്താടോ പന്തങ്ങളുടെ പെരിചായി പോലെ നോക്കി നിൽക്കുന്നത്? കൈവിരല്ല അവളുടെ മുഖത്തിന് നേരെ ഞൊടിച്ചുകൊണ്ടുള്ള അവൻ്റെ ചോദ്യത്തിന് മായി വെപ്പളത്തോടൊന്നുമില്ലെന്നർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് വേഗം തന്നെ ജോലിയിലേക്ക് കടന്നു. അത്രയും നേരം കയ്യിൽ പിടിച്ചിരുന്ന ബക്കറ്റ് നിലത്തേക്ക് വെച്ച് ഓരോ തുണികളായി നനച്ചു പിടിഞ്ഞ അയലിലേക്ക് നിവർത്തിയിട്ടു. മാധവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് ചുറ്റും പാഞ്ഞു. അടുത്തെങ്ങും ആരിലൊന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവനും അവളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ബക്കറ്റിൽ നിന്നും തുണികളെടുത്ത് വിരിച്ചിടുന്ന അവനെ കണ്ട് ആദ്യം അവളൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ആ ചുടികളിലൊരു നെറു പുഞ്ചിരി പൊഴിഞ്ഞു. അവനും അതായിരുന്നു വേണ്ടിയിരുന്നതെന്ന് ആ കണ്ണുകളിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ വന്നത് വലിയ ബുദ്ധിമുട്ടായില്ലേ തനിക്ക്? പെട്ടെന്നുള്ള അവൻ്റെ ആ ചോദ്യത്തിനുമായി സംശയദൃഷ്ടിയോട് അവനെ ഒന്ന് നോക്കി. അല്ല, തൻ്റെ ജോലിയൊക്കെ ഇപ്പോൾ ഡബിളായില്ലേ? അതിനവളൊന്ന് ചിരിച്ചു. ശേഷം കൈകൊണ്ട് എന്തോ അവനോട് പറഞ്ഞുവെങ്കിലും മാധവനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് അവൻ്റെ മുഖത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും അവൾ പറയാൻ പോയില്ല. തുണികളെല്ലാം വിരിച്ചു കഴിഞ്ഞതും മായ അവനെ നോക്കിക്കൊണ്ട് ബക്കറ്റും എടുത്ത് മെല്ലെ തിരിഞ്ഞു നടന്നു. മയോമി, പിറകിൽ നിന്ന് കേട്ട മാധവൻ്റെ ശബ്ദത്തിൽ അവളൊന്ന് തിരിഞ്ഞു നോക്കി. ഐ ലൈക്ക് യുവർ സ്റ്റൈലിഷ് സ്മൈൽ. നേരെ ഹൃദയത്തിലേക്ക് പോകുന്ന പോലൊരു ഫീൽ. വലങ്കൈ തന്നെ നെഞ്ചിലൊന്ന് അമർത്തിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൻ പറയുമ്പോൾ തന്നിലൂടെ ആകെ ഒരു വിറയിൽ കടന്നു പോകും പോലെ തോന്നിയവൾക്ക്. എത്ര തടഞ്ഞു നിർത്തിയിട്ട് നാണത്തിൻ്റെ അലയൊലികൾ തൻ്റെ മുഖത്തേക്ക് ഇരിച്ചു കയറും പോലെ. അതവനിൽ നിന്നും ഒളിപ്പിക്കാനെന്നോണം അതിവേഗത്തിൽ തിരിഞ്ഞു നടക്കുമ്പോൾ മിഴികളെ അവളിൽ തറഞ്ഞു നിൽക്കുന്നതിനൊപ്പം ചുണ്ടുകൾ അവൾക്കായി വിരിഞ്ഞു. രാവിലെ സിന്ധുവിനോടൊപ്പം മാളും ഉണ്ടായിരുന്ന കിച്ചണിൽ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ. പതിവില്ലാത്ത അവളുടെ ആ പ്രവൃത്തിയിൽ സിന്ധു കുറെ കളിയാക്കിയെങ്കിലും നമ്മുടെ കൊച്ചിനതൊക്കെ നെവർ മൈൻഡായിരുന്നു. നല്ല ചൂടുള്ള പാലപ്പവും വറുത്തരച്ച കടലക്കറിയും കണ്ട് മാധവും അർജുനും പരസ്പരം നോക്കി. എന്താ മക്കളെ, നിങ്ങളിതൊന്നും കഴിക്കില്ലേ? ഇല്ലെങ്കിൽ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ വേഗം ഉണ്ടാക്കി തരാം. അവരുടെ മുഖം കണ്ട് ആഹാരം ഉണ്ടാക്കുന്നതിന് മുമ്പ് അവരോടൊന്ന് ചോദിക്കാൻ തോന്നാത്തതിൽ സ്വയം പഠിച്ചുകൊണ്ട് അല്പം വെപ്രാളത്തോടെ സിന്ധു ചോദിച്ചു. അല്ല, ആൻറ്റിക്ക് എങ്ങനെ അറിയാം ഇതിവൻ്റെ ഫേവറേറ്റ് ഫുഡാണെന്ന്? ഇവൻ പറയാൻ പാടിയില്ല, പിന്നെ എങ്ങനെ കണ്ടുപിടിച്ചു? മാധവ് ഒരു ചിരിയോടത് പറയുമ്പോഴാണ് അവരുടെ ശ്വാസം നേരെ വീണത്. അവരൊക്കെ വലിയ ആൾക്കാരായത് കൊണ്ട് തന്നെ ഇതൊക്കെ ഇഷ്ടമാകുമോ എന്നൊരു പേടി ആദ്യമേ അവരിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിതെല്ലാം ഉണ്ടാക്കാനിരുന്നത്, പിന്നെ മോളാ പറഞ്ഞത് ഇത് മതിയെന്ന്. അതുപോലെ കറി ഉണ്ടാക്കിയത് അവൾ തന്നെയാണ്. അടുത്ത് നിന്ന് മാളവിനെ നോക്കി ചിരിച്ചുകൊണ്ട് സിന്ധു പറഞ്ഞു. അത് കേട്ട് മാധവ് ഒരു കള്ളച്ചിരിയുടെ അടുത്തിരിക്കുന്ന അർജുനൊന്ന് നോക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധ പൂർണ്ണമായും മാളവിലാണ്. എന്നാൽ മാളവിൽ നേരിയ ഞെട്ടില്ലായിരുന്നു. അവൻ്റെ ഇഷ്ടഭക്ഷണം എന്ന അറിവോടെയല്ല അവളതുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ മാധവിൽ നിന്നും അത് കേട്ടതും അവൾ നേരിയ രീതിയിലൊന്നും ഞെട്ടാതിരുന്നില്ല. നീ എന്ത് നോക്കി നിൽക്കാം, അവർക്ക് വിളമ്പി കൊടുക്ക്. സിന്ധു അവളുടെ കയ്യിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് മാളു വേഗം അവർക്ക് അടുത്തേക്ക് വന്ന് ആദ്യം മാധവന് വിളമ്പി കൊടുത്ത ശേഷം മെല്ലെ അർജുൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. അതും പറഞ്ഞ് സിന്ധു അകത്തേക്ക് പോയി. അവൾക്കെന്തോ വല്ലാത്തൊരു വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു. മാളു പിറക്കുന്ന കൈകളോടെ മെല്ലെ അവന് ഭക്ഷണം വിളമ്പി കൊടുത്തു. ശേഷം തിരിയാൻ നിന്നതും അർജുൻ മെല്ലെ അവളുടെ കയ്യിലൊന്ന് നുള്ളി.
അവളെ എരിവ് വലിച്ചുകൊണ്ട് അവനൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അല്പം മാറി നിന്നു. അപ്പോഴേക്ക് വെള്ളവും കൊണ്ട് സിന്ധുവും വന്നു. അർജുനും മാധവും നന്നായി ആസ്വദിച്ചു തന്നെയാണ് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റത്. മാധവ് കൈ കഴുകി പുറത്തേക്ക് ഇറങ്ങിയ ശേഷമാണ് അർജുൻ എണീറ്റത്. മാൾ അവനോടൊപ്പം വേശ്ശേരിയിലേക്ക് പോയി. മുന്നിലെ മിററിൽ കൂടെ അർജുൻ കാണുന്നുണ്ടായിരുന്നു തന്നെ തന്നെ നോക്കി പുറകിൽ തന്നെ നിൽക്കുന്നവളെ. അവൻ നേരിയൊരു ചിരിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞു. മാള് വേഗം സ്റ്റാൻഡിൽ കിടന്ന ഹാൻഡ് ടവലെടുത്ത് അവൻ നേർക്ക് നീട്ടുമ്പോൾ അർജുൻ മെല്ലെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവളുടെ സാരിത്തുമ പിടിച്ച് കൈ തുടച്ചു. റിവഞ്ചായിരുന്നു ഉദ്ദേശം? അല്പം ഗൗരവത്തോടെ അത് ചോദിക്കുമ്പോൾ മാളും മനസ്സിലാകാത്ത പോലെ അവനൊന്ന് നോക്കി. അല്ല, സ്പൈസി ഫുഡ് ഉണ്ടാക്കി തന്ന എന്നോട് റിവഞ്ച് ചെയ്യുകയായിരുന്നല്ലേ ഉദ്ദേശം എന്ന്. എന്തൊരു എരിവാണ്, സഹിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അവൻ അങ്ങനെ പറയുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു നോവ് പോലെ തോന്നി മാളവിന്. അവൾ അവനിൽ നിന്ന് മുഖം മാറ്റി തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങുമ്പോൾ അർജുൻ വേഗം അവളുടെ കയ്യിൽ പിടുത്തിട്ടു. എനിക്ക് ഈ എരിവ് മാറ്റി തന്നിട്ട് പോയാൽ മതി. അതും പറഞ്ഞ് അർജുൻ അവളുടെ കയ്യിൽ മെല്ലെ ഒന്ന് വലിക്കുമ്പോൾ മാളവന് നെഞ്ചിലായി ഒന്ന് തട്ടി നിന്നു. ആ ഒറ്റ സെക്കൻഡിൽ തന്നെ അവൻ്റെ കണ്ണുകൾ അവളുടെ തേനൂർന്ന ചൊടികളിലായി തറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ മാളവിന് മനസ്സിലായി കുറച്ചു മുന്നേ പറഞ്ഞതൊക്കെ ഇതിനു വേണ്ടിയുള്ള അവൻ്റെ അടവായിരുന്നു. തന്നിലേക്ക് അടുത്ത് വരുന്ന അവൻ്റെ മുഖം കണ്ട് അവളൊരു കുസൃതി ചിരിയോടെ മെല്ലെ തൻ്റെ ധാവണി ഷാള് പിടിച്ച് അവർക്ക് നടുവിലേക്ക് വെച്ചു. ആ നിമിഷം തന്നെ അർജുൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ പതിഞ്ഞു. മാളവിൻ്റെ കണ്ണുകൾ മെല്ലെ അടയുമ്പോൾ അർജുൻ നേരിയ നീരസത്തിൽ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി കടിച്ചു. വേദനയിൽ എരിവ് വലിച്ചുകൊണ്ട് മാള് കണ്ണുകൾ തുറന്ന് അവനെ നോക്കുന്നതിനൊപ്പം തന്നെ പുറകിൽ നിന്നൊരു ചുമ കേട്ടു. ഞെട്ടലോടെ അവൾ അവനെ നെഞ്ചിൽ കയ്യമർത്തി തള്ളി മാറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തിരിഞ്ഞു നടക്കുന്ന തൻ്റെ അച്ഛനെയാണ്. അത് കണ്ട് മാള് അറിയാതെ തലയിൽ കൈവച്ച് പോയി. വീട്ടിൽ നിന്ന് അർജുനെയും കൊണ്ട് മുങ്ങിയ മാള് പിന്നെ പൊങ്ങിയത് ഔട്ട് ഹൗസിലാണ്. നമ്മളെന്താ ഇവിടെ? അർജുനൊരു സംശയത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ ചോദ്യത്തിന് അവൾ മറുപടി പറയും മുന്നേ അവൻ്റെ ചിന്തകൾ ഒരു നിമിഷം കാട് കയറിയിരുന്നു. ആദ്യമായി ഈ നാട്ടിലേക്ക് വന്നതും അവിടെ നിന്ന് ഈ വീട്ടിലേക്കുള്ള യാത്രയും ഒടുവിൽ ഇവിടെ എത്തിക്കഴിഞ്ഞുള്ള ഓരോരോ സംഭവ വികാസങ്ങൾ കണ്ണിന് മുന്നിൽ തെളിയുമ്പോൾ ആ ചിന്തകൾക്ക് വിരാമം പെടുന്ന മാളവിൻ്റെ ശബ്ദമാണ്. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ വാടകക്കാർ പോയെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ആകെ പൊടി പിടിച്ച് കിടക്കുക, ഒന്ന് വൃത്തിയാക്കിയേക്കാം. എന്തായാലും കുറച്ച് നേരത്തെ അച്ഛൻ്റെ മുന്നിൽ ചെന്നപ്പെടാനേ ഞാനില്ല. അവസാന വാചകം അവൻ്റെ മുഖത്തേക്കൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ടാണ് അവൾ പറഞ്ഞത്. ശേഷം കയ്യിലിരുന്ന കീ കൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവൾക്ക് പുറകെയായി അവനും. പറയത്തക്ക വൃത്തിഹീനമൊന്നും അല്ലെങ്കിലും പൊടിയും വലയുമൊക്കെ ഏറെ ഉണ്ടായിരുന്നതാണ്. കൊടുവള്ളി ഇവിടെ ഇരിക്ക്, ഞാൻ ഇനി എൻ്റെ പാണിയിലേക്ക് കിടക്കട്ടെ. ദാമണിത്തുമ്പ് കൊണ്ട് ഹാളിൽ കിടന്നൊരു ചെയറിലെ പൊടി തട്ടി മാറ്റി ആ ചെയർ അവൾ അർജുന ഇരിക്കാനായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു. മാളവനൊന്ന് നോക്കിക്കൊണ്ട് തിരിയാനൊരുങ്ങുമ്പോൾ അർജുന അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ക്യാൻ ഐ ഹെൽപ്പ് യു ക്രീപ്പർ? മാളൊരു നിമിഷം അവനൊന്ന് നോക്കി. ഏയ് വേണ്ട, കോടിവള്ളിക്ക് ഇതൊന്നും ശീലമുണ്ടാവില്ല. വെറുതെ ഓരോന്നും ചെയ്ത് ബോഡി പെയിന് വരുത്തി വെക്കണ്ട. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചുണ്ടിൽ പിരിഞ്ഞ് നേരിയ പുഞ്ചിരിയോട് അവൾ മറുപടി പറയുമ്പോൾ അർജുന ഒരു കള്ളച്ചിരിയോടെ അവളുടെ പിടിച്ച കയ്യിലൊന്ന് അമർത്തി അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തു. യു നോ ക്രീപ്പർ, ഇനി എന്തായാലും നമുക്കിടയിൽ ബോഡി പെയിനൊക്കെ അനിവാര്യമാണ്. അത് ഇനി മുതൽ എന്തിൽ തന്നെ ആയാലും. ആൻഡ് അത് മാത്രമല്ല, ഈ അർജുൻ ഇപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്നതും നിന്റെ സാമീപ്യമാണ്. യു ആർ ക്രൈസി ടു മീ നൗ. തീക്ഷ്ണമായുള്ള അവൻ്റെ വാക്കുകളിൽ കണ്ണുകൾ വിടർത്തി നോക്കി മാളവന്. അവൻ പറഞ്ഞ പോലെ വല്ലാത്തൊരു തരം ഭ്രാന്ത് തന്നിലും അവൻ നിറയ്ക്കുന്നതായി തോന്നി അവൾക്ക്. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് മാളവനെ പിടിച്ച് ആ ചെയറിലിരുത്തി. കൊടുവള്ളി ഇപ്പം ഇവിടെ ഇരിക്ക്, സാഹിത്യക്ക് നമുക്ക് പിന്നെ പറയാം. ചുണ്ടിൽ പിരിഞ്ഞ പുഞ്ചിരി അവളിൽ നിന്നും മറച്ചു പിടിച്ച് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ അർജുൻ്റെ കണ്ണുകളൊന്ന് കൂർത്തു വന്നു. ഒരു നിമിഷം അവൾ തന്നെ പരിഹസിച്ചതായി തോന്നിയവന്. എങ്കിലും ആ ഭാവം മാറി ഉടനടി മറ്റൊരു ഭാവം അവനിൽ നിറഞ്ഞു. മാള് കിച്ചണിലേക്ക് പോയി ചൂലും വേസ്റ്റബും എടുത്ത് അവിടെയെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി. ആദ്യം കിച്ചണും, ശേഷം റൂമുകളും, ഒടുവിൽ ഹാളും. ആളിലെ പൊടിയെല്ലാം അടിച്ചു വാരി വേസ്റ്റ് കൊണ്ട് കളഞ്ഞ ശേഷം കയ്യും കൈകൾ തിരികെ വരുമ്പോൾ അർജുൻ അപ്പോഴും അനങ്ങാതെ അതേ ഇരിപ്പ് തന്നെയായിരുന്നു. മാളൊരു സംശയത്തോടെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തുടച്ചു വെച്ച ക്ലോക്ക് എടുത്ത് അത് മുന്നേ ഇരുന്നത് പോലെ ചുവരിലേക്ക് വെച്ചു. എന്നാൽ ഇളക്കിയെടുത്ത പോലെ അത്ര പെട്ടെന്ന് അവൾക്കത് വെക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു കൈ ചുവരിൽ പിടിച്ച് മറുകൈ കൊണ്ട് അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് വായിലൊന്ന് ഉയർന്നു പൊങ്ങുമ്പോൾ അവളൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. തന്നെ എടുത്തു ഉയർത്തി നിൽക്കുന്ന അർജുനെ കണ്ട് അവളുടെ കണ്ണുകൾ മിടിഞ്ഞു വന്നു. ആകെ 1.5 ഇഞ്ചേ ഉള്ളൂ, സോ പറ്റുന്ന പണിക്ക് പോയാൽ പോരെ നിനക്ക്? അർജുൻ അവളൊന്ന് പുച്ഛിച്ചുകൊണ്ട് പറയുമ്പോൾ മാളതിന് മറുപടി പറയാതെ വേഗം കയ്യിൽ നിന്ന് ക്ലോക്ക് കറക്റ്റായി ചുവരിലേക്ക് വെച്ച ശേഷം അവൾ തൻ്റെ ഇരു കൈകളും അവൻ്റെ തോളിലൂടെ ഇട്ട് കൂട്ടിപ്പിടിച്ചു. ഒരു നിമിഷം അർജുൻ്റെ കണ്ണുകൾ അവളിലേക്കായി. മിസ്റ്റർ അർജുൻ വശിഷ്ഠ,
6 നിങ്ങളെൻ്റെ കൂടെയുള്ളപ്പോൾ ഞാനെന്തിനു പേടിക്കണം? ഒരു കള്ളച്ചിരിയോടെയുള്ള മറുപടിയായിരുന്നത്. പുറത്ത് നല്ല മഴക്കോള് വരവറിയിച്ചുകൊണ്ട് മനമുരുളുമ്പോൾ കാറ്റ് ഓടിയെത്തി. തുറന്നു കിടന്ന ആ പാളിജനാലിലൂടെ കർട്ടൻ വകഞ്ഞു മാറ്റി കാറ്റകത്തേക്ക് കടക്കുമ്പോൾ അവ തഴുകി തലോടിയത് അവളുടെ ഇരുമേനിയായിരുന്നു. ആ കാറ്റിനൊത്ത് മാളുവിൻ്റെ ധാവണിഷോളം നേരിയ രീതിയിലൊന്ന് തെന്നി മാറുമ്പോൾ അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചിരുന്ന അർജുൻ്റെ കണ്ണുകൾ ആ മുഖമാകെ ഒന്ന് ഓടി. കുത്തൊഴുകുന്ന പ്രണയം ഇരുവരിലും ഒരുപോലെ പറന്നൊഴുകുമ്പോൾ ആ സിരകളെ പോലും ഒന്ന് മുറുകി. താളലയത്തിൽ മധു പകർന്നുകൊണ്ട് തൻ്റെ പ്രണയനിയായ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങുമ്പോൾ പുറത്തു പെയ്യുന്ന മഴയോ ആഞ്ഞു വീശുന്ന കാറ്റോ ഒന്നും അർജുനും മാളവും അറിയുന്നുണ്ടായിരുന്നില്ല. ഇരുവരും അവരുടേതായ മറ്റൊരു ലോകത്തായിരുന്നു ആ നിമിഷം. അർജുൻ്റെ കൈ അവളിൽ നിന്ന് അഴയുമ്പോൾ മാൾ അവൻ്റെ ശരീരത്തിലൂടെ ഊർന്ന നിലത്തേക്ക് നിന്നു. പുറത്തെ ചെറു ശബ്ദത്തിൽ മാള് കൈ ഉയർത്തി ജനലിൽ നിന്നും കർട്ടൻ പൂർണ്ണമായി നീക്കം ചെയ്യുമ്പോൾ ചെറുതുള്ളികൾക്കൊപ്പം കാറ്റും ശക്തമായ രീതിയിൽ ഉള്ളിലേക്ക് കടന്നു. മാള് വിടർന്ന കണ്ണുകളുടെ പുറത്തേക്ക് നോക്കി. 2 ശരീരങ്ങളും ഒന്ന് ചേർന്ന് അമരുമ്പോൾ മാളുവിൻ്റെ കണ്ണുകൾ അപ്പോഴും പുറത്തെ മഴയിലായിരുന്നു. നമുക്ക് ഈ മഴ നനയാം. പുറത്തുനിന്ന് കണ്ണുകൾ മാറ്റി അവനോടായി അവൾ ചോദ്യം ഉയർത്തുമ്പോൾ അർജുൻ സമ്മതം അറിയിച്ചു കൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. അത് കിട്ടാൻ കാത്തു നിന്ന പോലെ മാള് വേഗം അവൻ്റെ കയ്യും പിടിച്ച് മുകളിലേക്കുള്ള പടികൾ ഓടിക്കേറി. ആ ഓട്ടം അവസാനിച്ചത് ടെറസിലായിരുന്നു.